ഈദുൽ അദ്ഹ അഥവാ ബലിപെരുന്നാൾ പടച്ചതമ്പുരാന്റെ മുന്നിൽ സ്വന്തം ഇച്ഛകളെ ബലി നൽകുന്നതിൻ്റെ ആഘോഷമെന്ന് പറയുമ്പോഴും അതിൽ ഏറ്റവും കൂടുതൽ തൻ്റെ ഇഷ്ടങ്ങളെ ബലി കൊടുക്കുന്ന ത്യാഗോജ്വലമായ ഒരു ഉമ്മയുടെ കഥയുണ്ട്, ഉമ്മയുടെ ചരിത്രമുണ്ട്, ഉമ്മയുടെ കണ്ണീരണിഞ്ഞ ഓർമ്മകളുണ്ട്. ഇന്നത്തെ സഫയ്ക്കും മറുവയ്ക്കുമിടയിൽ ശീതീകരിച്ച മുറിയിലൂടെ പൂർണ്ണമാക്കാനുള്ള വ്യഗ്രതയോടെ ഓടുമ്പോൾ അതിനപ്പുറത്ത് സ്വന്തം കുഞ്ഞ് കൊടുങ്കാട്ടിൽ മരുഭൂമിയിൽ ദാഹജലത്തിനായി കേഴുമ്പോൾ പരിഭ്രാന്തിയോടെ ഓടുന്ന ഒരു ഉമ്മയുണ്ട്, ഹാജറ ബീബി റളിയല്ലാഹു അൻഹ. ആ ഉമ്മയുടെ ഓർമ്മ കൂടിയാണ്, ആ ഉമ്മയുടെ ത്യാഗം കൂടിയാണ്, ആ ഉമ്മയുടെ സങ്കടങ്ങൾ കൂടിയാണ് വലിയ പെരുന്നാൾ അഥവാ ഈദുൽ അദ്ഹ ലോകത്തോട് വിളിച്ചു പറയുന്നത്. ആ ഓർമ്മകൾ കൂടി ഉള്ളിലുണ്ടായിരുന്നു ഉമ്മ ഒരു മധുര പെരുന്നാൾ എന്ന ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ. ലോകത്തെയും വിജയത്തിന് ആധാരമായ അനുഭവങ്ങളുടെയും പ്രാർത്ഥനയുടെയും ചേർത്തുവെക്കലിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഒരു പൂർണ്ണ ജീവിതമാണ് ഉമ്മ എന്ന 2 അക്ഷരങ്ങളുടെ വാക്കുകൾ ചേർത്ത് വെക്കുന്ന മനോഹരമായ ജീവിതാനുഭവം. അത് ഇഷ്ടത്തിനിടയിൽ അത് നഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിലും ഇഷ്ടം പൂർത്തിയാക്കി മടക്കി നൽകാനാവാത്ത അമൂല്യമായൊരു സമ്പത്താണ് ഉമ്മ. ഉമ്മ നഷ്ടപ്പെട്ട വേദന, ഉമ്മയില്ലാതാകുന്ന അനാഥത്വം, മേൽവിലാസത്തിന് തുണയാകുന്ന ഉപ്പയോടൊപ്പം എല്ലാ ഓർമ്മകളും എല്ലാ ഇഷ്ടങ്ങളും കാരണം കൂടാതെ സ്നേഹിക്കാൻ, വിളിക്കാൻ, കാത്തിരിക്കാൻ, കരുതി വെക്കാൻ ഉമ്മയല്ലാതെ ആരാണുണ്ടാവുക? ഉമ്മ നഷ്ടപ്പെടുന്നിടത്ത് ഉമ്മയെ സ്നേഹിക്കുന്ന മക്കളുടെ പെരുന്നാൾ അവസാനിച്ചിരിക്കും. ആ ഓർമ്മകളോടെയാണ് ഉമ്മ ഒരു മധുര പെരുന്നാളെന്ന പേരിൽ മൗലവി ഖത്തീബ് മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഏറ്റവും സ്നേഹനിധികളായ ഉമ്മമാർക്ക് ഒരു നമസ്കാരക്കുപ്പായും മുസല്ലയും സമ്മാനമായി നൽകിയത്. അതിനേക്കാളൊക്കെ ഒത്തിരി ഭംഗിയുണ്ടായിരുന്നു. എല്ലാ ഉമ്മമാർക്കും ചോക്ലേറ്റ് വാങ്ങി നൽകി അത് നുണഞ്ഞാസ്വദിക്കുന്ന ആ കാഴ്ച അങ്ങനെ കണ്ടിരിക്കാൻ. ഉമ്മയുടെ പ്രാർത്ഥന എന്നും കാവലാവുന്ന മക്കൾക്ക് കരുതാനാവാത്തത്രയും അമൂല്യമാണത്. ജീവിച്ചിരിക്കുന്ന ഉമ്മമാർക്ക് വേണ്ടി ദീർഘായുസിനും ആരോഗ്യത്തിനും ആഫിയത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. മരണപ്പെട്ടു പോയ ഉമ്മമാരോടൊപ്പം ഉപ്പമാരോടൊപ്പം സ്വർഗത്തിലെത്തിച്ചേരാനും പ്രാർത്ഥിക്കാം.